Hey, hello, this is Suraj here. You're watching me on Carnel Media. ഇന്ന് കാർണിവൽ മീഡിയയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് രണ്ട് അടിപൊളി ഗസ്റ്റുകളാണ്. ഇന്ത്യയിലത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ മദർ, അതുപോലെ തന്നെ ഒരു ക്യൂട്ട് പ്രിൻസസ് കൂടി നമ്മുടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഹിയർ ബി ജോയിനിങ് വിത്ത് സാബിയ ആൻഡ് സിയ പവൽ. ഹലോ സിയ ചേച്ചി. ഹായ്. സാബിയ ഹായ്. ഹായ് പറ. ഹായ്. ബിസ്ക്കറ്റ് കഴിക്കലാണ് ആക്ച്വലി. സോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലത്തെ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ മദറാണ്. അത് ഭയങ്കര വലിയൊരു അംഗീകാരം, അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര പ്രൗഡാ. ഇൻസ്റ്റയിലൊക്കെ അതങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് എത്ര സന്തോഷം ആക്ച്വലി. ഭയങ്കര സന്തോഷം. എന്താ പറയാ, അത് ഞാൻ ആഗ്രഹിച്ച ഒരു ഇത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഇങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഈ ഒരു ട്രാൻസ്ജെൻഡർ ഈ ഒരു ഇതിലോട്ട് വരുന്ന സമയത്തൊന്നും എനിക്ക് അറിയില്ല എന്താണ് എങ്ങനെയാ ഒന്നും അറിയില്ല. അങ്ങനെയുള്ളൊരു കാലത്ത് നിന്നും ഞാൻ ആഗ്രഹിച്ചതുപോലെ ജീവിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു സ്വപ്നമായിരുന്നു ഒരു അമ്മയാവുക. അതിലുപരി ഒരു ഫാമിലി. അതായത് ഞാൻ ട്രാൻസ് ആയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ് എൻ്റെ ഫാമിലി വിട്ടു പോകുന്നത് കൊണ്ട്. സോ എനിക്ക് എന്നെ മനസ്സിലാക്കുന്ന നമ്മളൊരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സോ അങ്ങനെയാണ് ഞാൻ ഫാമിലി എന്നുള്ളൊരു തീമിനെ കുറിച്ച് തന്നെ ഞാൻ ചിന്തിക്കുന്നത് പോലും. സോ അന്നൊക്കെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു കുഞ്ഞു വാവ വേണം. അങ്ങനെ ഞാൻ ഹസ്ബൻഡ് കുഞ്ഞ് അങ്ങനെയുള്ളൊരു ചെറിയൊരു ഫാമിലി. അങ്ങനെയുള്ളൊരു ചെറിയ ഒരു ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളത് അന്നേ ഉള്ളൊരു സ്വപ്നമായിരുന്നു. സോ അത് ദൈവം കേട്ട് കാണും. പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് കുറെ പേര് പറയുന്നുണ്ട്, ഇത് ഏത് വയസ്സിലാണ് തോന്നിയത്. ഇത് അങ്ങനെയല്ല, നമുക്കൊരു ചെറിയ പ്രായം ആകുമ്പോ തന്നെ മനസ്സിലാവും. അതായത് എൻ്റെ ഒരു ലൈഫിലൊരു കാര്യം പറയുവാണെങ്കിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഡാൻസിനോട് ഭയങ്കര ക്രേസാ ആ സമയത്തെ. അപ്പോൾ ഈ ഓണം സെലിബ്രേഷൻ ഉണ്ടാവുമല്ലോ സ്കൂളുകളിൽ. അപ്പം ആ സമയത്ത് ഞാൻ ഈ മാവേലിയൊക്കെ വരുമല്ലോ, അപ്പം ഇങ്ങനെയുള്ള ഇത് കാണുക. അതുപോലെ തന്നെ പിള്ളേർ ഡാൻസ് പെർഫോം ചെയ്യും സ്കൂളുകളിൽ. പക്ഷെ അന്നൊക്കെ ഞാനൊരു ബോയ് ആയതുകൊണ്ട് തന്നെ, മാത്രമല്ല ഞാൻ ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിലുള്ളൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഞാൻ അധികം ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നില്ല, ആവാൻ സമ്മതിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഈ സ്കൂൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ അനുകരണമാണ് പിന്നെ വീട്ടിലുണ്ടാവുക. അല്ലാതെ തന്നെ ഞാൻ ഇപ്പൊ ഈ ഓണത്തിന്റെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വന്നാല് മാവേലിനെ പോലെ ഉമ്മയുടെ ഷോളും ഇതൊക്കെ വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ട് വീട് ചുറ്റും. അന്ന് ആ ഒരു പ്രായമാണല്ലോ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ഒരു അനുഭവം. അന്ന് എൻ്റെ 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ക്ലാസ് ടീച്ചർ ഉണ്ടാവില്ലേ, ക്ലാസ് ടീച്ചർ എൻ്റെ ഉമ്മയുടെ അടുത്ത് തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവനെ സൂക്ഷിക്കണം, ഇവൻ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഉണ്ടെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളുകളിൽ ഈ ഓണം സെലിബ്രേഷൻ അതുപോലെയുള്ള ഇങ്ങനത്തെ ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്ന സമയത്ത് ഈ പിള്ളേർ ഡാൻസ് കളിക്കുക, അതൊക്കെ എനിക്ക് അന്നേ ഡാൻസിനോട് ഭയങ്കര ക്രേസ് ഉള്ള ആളാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളോടും. ഇപ്പം ഈ ഓണത്തിൻ്റെ സെലിബ്രേഷൻ ആണെങ്കിൽ ഇപ്പോൾ മാവേലി ഒക്കെ ഉണ്ടാവുമല്ലോ. സോ മാത്രമല്ല പിള്ളേർ ഡാൻസൊക്കെ അവതരിപ്പിക്കും. പക്ഷേ എനിക്ക് അതിനൊന്നും ഇൻവോൾവ് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം വീട്ടിൽ നിന്ന് സമ്മതിച്ചിട്ടില്ല, കാരണം ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി ആയിട്ടത്. സോ ആ ഒരു സമയത്ത് ഞാൻ ഈ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അനുകരണമാണ് വീട്ടിൽ നടക്കുക. എന്ന് വെച്ചാൽ ഇപ്പം ഈ മാവേലിനെ പോലെയൊക്കെ അതുപോലെ ഉമ്മയുടെ ഷോളൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് അവരെന്താക്കിയായിരുന്നു അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കിരീടമൊക്കെ ഉണ്ടാക്കും. ഞാൻ പേപ്പറൊക്കെ വെട്ടി കിരീടമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചെയ്യും. അതുപോലെ തന്നെ ഈ ഡാൻസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഉമ്മയുടെ ബ്ലാക്ക് ഷോള് ഇങ്ങനെ തലയിൽ കെട്ടിയിട്ട് ഇങ്ങനെ മുടയുന്ന പോലെ ഹെയറൊക്കെ വെച്ചിട്ട് ഡാൻസിന്റെ കോസ്റ്റ്യൂമൊക്കെ ഞാൻ തുന്നി ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമയത്തൊക്കെ. ഇങ്ങനെ അതുപോലെയൊക്കെ ഈ സാരിയൊക്കെ മുറിച്ചിട്ട് തുന്നി ഉണ്ടാക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെ കളിച്ച ഓർമ്മകളുണ്ട് എനിക്കിപ്പോഴും. അപ്പോൾ അന്ന് ആ ടീച്ചർ എൻ്റെ ഉമ്മയുടെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സമയത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവന് നിങ്ങൾ സൂക്ഷിക്കണം, ഇവന് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഇതുണ്ട്, അപ്പം സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. മാത്രമല്ല പിന്നെ ഞാൻ അവിടെ നിന്ന് വളർന്നു വന്ന കാലം അത്രയും ഞാൻ വീട്ടിൽ നിന്നായാലും ഈ സിസ്റ്റേഴ്സൊക്കെ കൂടി ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്, നീ എന്താ ഇങ്ങനെ ഈ സ്ത്രീകളെ പോലെ ഉള്ള ആക്ഷനും സംസാരങ്ങളും എന്തിനാണ്, അതുപോലെ നടക്കുന്നത് എന്തിനാ. ആക്ച്വലി ഞാൻ അങ്ങനെ നടക്കുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമൊന്നും അല്ല. ഞാൻ നാച്ചുറലി അങ്ങനെയാണ്. ഞാൻ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നടക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ സ്ത്രീകളെ പോലെ സംസാരിക്കുന്നില്ല. നോർമലി ഞാനിപ്പോൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെയാണ് അന്ന് സംസാരിച്ചത്. അന്ന് ഏറ്റവും കൂടുതൽ പറയായിരുന്നു, ഈ ഫോണിൽ വിളിക്കുന്ന സമയത്ത്
എന്നെ ഒരുപാട് പ്രാവശ്യം എനിക്ക് 5 താത്തമാരുണ്ട്, 5 സിസ്റ്റേഴ്സാണ്. അപ്പം ഇവർ ഈ വിളിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയും, നീ എന്തിനാ ഈ സ്ത്രീകളെ പോലെ സംസാരിക്കുന്നത്, ഫോണിൽ കൂടെ കേൾക്കുമ്പോൾ നമ്മുടെ സൗണ്ട് ഇച്ചിരി കൂടെ മൈൽഡായിട്ട് അങ്ങനെയാ കേൾക്കുക. അപ്പം എന്തിനാ കുറച്ചുകൂടെ നല്ലപോലെ സംസാരിച്ചൂടെ എന്നൊക്കെ പറയാറുണ്ട്. ആക്ച്വലി അങ്ങനെ നമ്മൾ ആക്കി സംസാരിക്കില്ല, അങ്ങനെയാണ്. നമ്പറൊക്കെ പുതിയ നമ്പറിലോട്ട് വിളിക്കുന്ന സമയത്ത് എടീന്നൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഫീമെയിൽ ആണോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ആ സമയത്തൊന്നും അങ്ങനെ ഫോണില്ലല്ലോ, പേഴ്സണൽ ഫോണില്ല. വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഫോണാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. അവര് വേറെ എവിടെന്നെങ്കിലും വിളിക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്നു എന്നല്ലാതെ എനിക്ക് പേഴ്സണൽ ഫോൺ ആയതൊക്കെ ഇപ്പം ഈ വലിയ സമയത്തൊക്കെയാണ്. ഞാനൊരു +2 ഒക്കെ +1 ഒക്കെ ആ ഒരു സമയത്താണ് എനിക്ക് പേഴ്സണൽ ഫോണൊക്കെ ആവുന്നത്. അപ്പം അതിനുശേഷമൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പറയുന്നത് കുഞ്ഞായിരുന്ന സമയത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു വന്നത്, ഇതെന്താ പറയാ, നമ്മള് അങ്ങനെയൊന്നും അല്ല അഭിനയിക്കുമല്ല. ആക്ച്വലി നമ്മൾ ഇതൊന്നും അഭിനയിക്കുന്നതല്ല, എന്താ ഓട്ടോമാറ്റിക്കലി നമ്മൾ വന്നു പോകുന്നതാ. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ നമ്മുടെ സമൂഹം നമുക്കിങ്ങനെ പറയുമല്ലോ, നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആവട്ടെ ടീച്ചേഴ്സ് ആവട്ടെ ഇങ്ങനെ പറയും, എന്താ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും അന്നത്തെ സമയത്ത് നോക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അന്ന് ഇപ്പം നമുക്ക് ഇഷ്ടങ്ങളായാലും ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ പലർക്കും അറിയാലോ, നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് പ്രണയങ്ങളൊക്കെ പൂവണിയുന്ന ഓരോ സമയമാണല്ലോ. സോ എനിക്ക് ആ സമയത്ത് ഈ വുമൺസിനോടല്ല അട്രാക്ഷൻസോ അല്ലെങ്കിൽ ഫീലിങ്സ് ഒക്കെ എനിക്ക് ബോയ്സിനോട്, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ തന്നെയായിരുന്നു. അതിൻ്റെ കളിയാക്കലൊക്കെ കുറേ അത് വേറെ കേട്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ആ ഒരു സമയത്ത് പലപ്പോഴും എനിക്ക് തന്നെ പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഞാൻ 7ാം ക്ലാസ്സിലൊക്കെ അതൊരു ഇൻസിഡൻറ്റ് എൻ്റെ ഓർമ്മയിലുള്ളത്, ഇങ്ങനെ കളിയാക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഓർത്ത് ഞാൻ സ്കൂളിൻ്റെ ബാത്റൂമിൽ ഇരുന്ന് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. എന്തായിരിക്കും, കാരണം എനിക്ക് ഇത് പിള്ളേർ നമ്മൾ ആ ഒരു സമയത്ത് എല്ലാവരും വളഞ്ഞു നിന്ന് നമ്മളിങ്ങനെ കളിയാക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവില്ലേ. ആ സമയത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട് ബാത്റൂമിൽ ഇരുന്നിട്ട്. ഞാൻ എന്തായിരിക്കും അങ്ങനെ, എനിക്ക് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ, കാരണം എനിക്ക് ഫീമെയിൽസിനോട് എനിക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ഒരു എന്നെ പോലെയുള്ള ഒരാൾ അല്ലെങ്കിൽ അവരെ പോലെയുള്ള ഒരാളാണ് ഞാനെന്നുള്ളൊരു ഫീലിങ്സാ. അല്ലാതെ നമുക്കൊരു ഇഷ്ടമോ അങ്ങനത്തെ ഒരു പ്രണയം എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഒരു വുമണുമായിട്ടുള്ള. അല്ലാതെ എനിക്ക് മെൻസിനെ കാണുമ്പോൾ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്, അട്രാക്ഷൻ ഉണ്ട്, അതൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തായിരിക്കും എൻ്റെ പ്രശ്നം. എനിക്കൊന്നും ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടുമുണ്ട്. ഇവർ ഇങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനത്തെ കളിയാക്കലുകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അല്ലാതെ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞ പോലെ ഒരു പെണ്ണായിട്ട് അഭിനയിക്കാനോ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ പോലെ സംസാരിക്കാനൊന്നും ഞാൻ ഇന്നേ വരെ അഭിനയിച്ചിട്ടുമില്ല. ഞാൻ പല പ്രാവശ്യം ഞാൻ അഭിനയിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് നടക്കുന്ന കാര്യമില്ല. നമ്മള് അത് ഇതെന്നല്ല, എന്ത് കാര്യമായാലും നമ്മളെ കൊണ്ട് അഭിനയിച്ച് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റും, സത്യം അതൊട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. നമ്മൾ എങ്ങനെയായാലും ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തനി നിറം പുറത്ത് വരിക തന്നെ ചെയ്യും, ഇല്ലേ? അതിനിപ്പം ഈ ഒരു ഇതെന്നല്ല, എന്ത് കാര്യമായാലും രണ്ടിൻ്റെ അന്ന് നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. ഇത് നോർമൽ ലൈഫാണ്, നോർമലി പോകുന്നൊരു സാധനമാണ് ഇത്. അതിനിപ്പോൾ നമ്മൾ എത്ര കൊണ്ടുവന്നാലും അത് പറ്റത്തില്ല. അപ്പൊ സ്കൂൾ ടൈമിൽ ഇത് ഒരാളടുത്ത് ഷെയർ ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ആണായ സമയത്ത് നമ്മൾ ഗെയിന്ന വിളിക്കുന്നത്, അപ്പൊ ആ സമയത്തുള്ള ഒരു ഫ്രണ്ട്സ്, ഒരു ഫീമെയിൽ ഫ്രണ്ട് ഇത് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് മനസ്സിലാവും, അങ്ങനെ ഒരു സുഹൃത്തുക്കൾ പോലും ഉണ്ടായിരുന്നില്ല? ഇല്ല, അങ്ങനെ ഇതൊന്നും ഇങ്ങനത്തെ പിന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് അന്ന് നോളജ് ഇല്ല കേട്ടോ, അതാണ് ഏറ്റവും വലിയ കാര്യം. അന്ന് എന്താ ഇതെന്ന് പോലും നമുക്കറിയത്തില്ല. ഇങ്ങനെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളുണ്ട്, എന്നെ പോലത്തെ വേറെയുള്ള ആളുകളുണ്ട് എന്നുള്ളൊരു നോളജൊന്നും അന്ന് ഇല്ലല്ലോ നമുക്ക്. അപ്പോൾ അന്ന് അത്രയും ചെറുതല്ലേ, അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്യാനുള്ളൊരു ഇതൊന്നും അന്ന് ആർക്കും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് കമ്മ്യൂണിറ്റിയിൽ കാണുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു പുരുഷൻ സ്ത്രീ, അപ്പൊ നമുക്കൊരു കൊതി തോന്നും, എനിക്ക് അപ്പൊ അവർക്കാര് ധൈര്യം ഉണ്ട്, അപ്പൊ എനിക്ക് അങ്ങനെ നടക്കണം. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് കോഴിക്കോടുള്ളൊരു സിസ്ലി ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെയാണ്. ഞാൻ പണ്ട് 2019 ആ ഒരു സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു ആള് ഇങ്ങനത്തെ ഒരു ട്രാൻസ് വുമണുമായിട്ട് ഞാൻ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. അതിനു മുന്നേ 1-2 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട് പേടിച്ച് ഓടിയൊരു ചരിത്രമുണ്ട്. ഓടിപ്പോയി. അവരെടുത്ത് എത്തിയിട്ടില്ല. അവരെ കണ്ട് അവരെന്നെ ഇപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മളെപ്പോലുള്ള ഒരാളെ നമുക്ക് കാണുമ്പോൾ, അതിപ്പം ബോയ് ഡ്രസ്സിലാണെങ്കിൽ പോലും
ആ ഒരു വാക്കിംഗ് സ്റ്റൈലും അതെ എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാന് അവർക്ക് എന്നെ കണ്ടപ്പോ മനസ്സിലായി കാണണം അവരുടെ ഇതിലുള്ള ആളായിരുന്നു അവർക്ക് തോന്നി കാണണം. അതുകൊണ്ടായിരിക്കും അവര് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ അന്ന് ഡാൻസ് പഠിപ്പിക്കാൻ അന്നേ പോകുമായിരുന്നു. ഡാൻസ് സ്കൂളുകളിൽ ഈ ആനുവൽ ഡേ ഒക്കെ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. കൊച്ചു പിള്ളേരെ. അപ്പൊ അന്ന് ഇതുപോലെ എവിടെയോ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയം തോന്നുന്നു അന്ന്. പിന്നീട് അവരൊക്കെ ഞാൻ അറിയുന്ന കേട്ടോ, പിന്നീട് ഞാൻ കമ്മ്യൂണിറ്റിയിൽ വന്നപ്പോൾ അവരൊക്കെ പരിചയപ്പെട്ടു. പക്ഷെ അന്ന് അവരെന്ന് പറഞ്ഞൊരു ഇച്ചിരി ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരു പക്ക മാൻലി ആയിട്ടുള്ള ഒരാള് സാരി എടുത്ത് വരുമ്പോ അങ്ങനെയുള്ള ആർക്കാരും പേടി തോന്നും. അപ്പോ ഇവരിന്നെ കണ്ടപ്പോ ഇങ്ങനെ മാടി അവരെടുത്തോട്ട് വിളിച്ചതാ. പക്ഷെ ഞാൻ തിരിഞ്ഞു ഞാൻ ഓടി പോയിട്ട് എവിടോ ബാത്റൂമിൽ എവിടോ പോയി ഒളിച്ചിരുന്നിട്ടുണ്ട്. ഞാൻ എന്റെ കൂടെ വരുമൊന്നും അറിയില്ല. ഞാൻ നിർത്താതെ എന്താ പറയാ, ഞാൻ ഓടി ആ സ്ഥലത്ത് ഇന്നേ വരെ പുല്ല് മുളച്ച് കാണത്തില്ല അങ്ങനെ ഓടിയിട്ടുണ്ട് പേടിച്ചിട്ട്. പിന്നീട് ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെ തന്നെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഈ നിലമ്പൂർ ഭാഗത്തുള്ള ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്, എന്നെ പോലെ തന്നെ ഒരു ഇപ്പം ട്രാൻസ്ഫോൺ ആയ ആള്. അപ്പം അന്ന് ഞങ്ങൾ രണ്ടുപേരും ഇതേപോലെ ക്ലാസ് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ട്രെയിനിൽ കയറി ടിക്കറ്റ് എടുക്കാതെയാണ് ഞങ്ങള് ഇവിടെയാന്ന് തോന്നുന്നു ഈ തൃശ്ശൂർ ഭാഗത്ത് മാളയിലായിരുന്നു അന്ന്. ചെറിയ പിള്ളേരല്ലേ, അന്നത്തെ ചോരത്തിളപ്പിൽ അങ്ങനെ ടിക്കറ്റ് എടുക്കാതെ അന്ന് കയറി ട്രെയിനിൽ കയറി ഞങ്ങള് കോഴിക്കോട് വന്നിറങ്ങി. വെളുപ്പിനെ വന്ന് ഇറങ്ങുന്നത്. അപ്പൊ വെളുപ്പിന് നല്ല ഉറക്ക ക്ഷീണമുണ്ട്, ട്രെയിനിൽ സീറ്റ് കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ട്. അങ്ങനെ ഉറക്കമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ടിക്കറ്റും ഇല്ല, മറ്റേ ഈ AC ഇതുണ്ടാവില്ലേ വെയിറ്റിംഗ് റൂം, അതിനകത്ത് കയറിയിട്ട് ഞാൻ ഫോണ് ചാർജിൽ വെച്ചിട്ട് ഞാൻ ഈ ചെയറിന്റെ മണ്ടയിലും കാലം കയറി നല്ല ഇവന് ചായ എന്തോ കുടിക്കാൻ വേണ്ടിട്ട് പോവുകയും ചെയ്തു. കറക്റ്റ് സമയത്ത് തന്നെ ഈ പോലീസ് ഉണ്ടല്ലോ RPF ഇവര് വന്നിട്ട് എന്നെ തട്ടുന്നുണ്ട്. ടിക്കറ്റ് എന്തി ടിക്കറ്റ് എന്തി എന്റെ കയ്യിലൊന്നും ടിക്കറ്റ് ഇല്ലല്ലോ, ഈശ്വരപ്പെട്ടു. അങ്ങനെ അവര് പിടിച്ചോണ്ട് പോയി. അങ്ങനെ പിന്നെ അവൻ വന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായി. ആദ്യമായിട്ട് അങ്ങനെ ഒരു പോലീസ് വന്ന് പിടിച്ചോണ്ട് പോകുന്നു.